സംസ്ഥാനത്ത് തെരുവുനായ ഭീഷണി ഗുരുതരമായി തുടരുന്നതിനാൽ അക്രമികളായ തെരുവുനായ്ക്കളെ ദയാവധം ചെയ്യുന്നതിനുള്ള ചട്ടം നടപ്പാക്കുമെന്ന് മന്ത്രി എം.പി. രാജേഷ്. മാരകമായ മുറിവുള്ള എന്നാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രോഗങ്ങളുള്ള തെരുവുനായ്ക്കളെ ദയാവധത്തിന് ഇരയാക്കുമെന്നും സംസ്ഥാനത്ത് നിലവിൽ 20 MPC കേന്ദ്രങ്ങളിലാണ് വാക്സിൻ ഉള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ നിയമങ്ങളുടെയും കോടതി വിധികളുടെയും പരിമിതികളിൽ നിന്ന് മാത്രമേ തീരുമാനം എടുക്കാനാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈക്കത്ത് 14 പേരെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട്. മൃഗസംരക്ഷണ വകുപ്പിന്റെ തിരുവല്ല വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് നായയ്ക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇതിനിടെ നിരീക്ഷണത്തിൽ തുടരുന്ന നായ ഇന്നലെ ചത്തു. കഴിഞ്ഞ 17-ാം തീയതി മുതൽ 3 ദിവസങ്ങളിലായി വൈക്കത്ത് 14 പേരെ ആക്രമിച്ച തെരുവ് നായയെ പിടികൂടി മറവൻ തുരുത്തിലെ മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരുന്നു. ഇവിടെ നിരീക്ഷണത്തിൽ തുടരുമ്പോഴാണ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. അതേസമയം ആക്രമണകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 133-ാം വകുപ്പ് പ്രയോഗിക്കുന്നതിന്റെ സാധ്യത സർക്കാർ പരിശോധിക്കുകയാണ്. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി വ്യാപനം വർദ്ധിക്കുന്നു. ഈ മാസം ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 25ആയി. 21 ദിവസത്തിനിടെ 1211 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 3710 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്. ഇന്നലെ മാത്രം പനി ബാധിച്ച് ചികിത്സ തേടിയവരുടെ എണ്ണം 13,000 കടന്നു. മിക്ക ജില്ലകളിലും സർക്കാർ ആശുപത്രികളിൽ രോഗികളെ കൊണ്ട് നിറഞ്ഞതിനാൽ സ്വകാര്യ ആശുപത്രികളോട് പനി ബാധിതർക്കായി കിടക്കകൾ മാറ്റിവെക്കാൻ ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഡെങ്കിപ്പനിക്കെതിരെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ നടപടികൾ സ്വീകരിച്ച് ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മോണിറ്ററിംഗ് സെൽ സ്ഥാപിക്കുമെന്നും ഡെങ്കിപ്പനിക്കെതിരെ അതീവ ജാഗ്രത വേണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേസുകൾ വർദ്ധിക്കുന്നതിലല്ല, മരണം ഒഴിവാക്കാനാണ് പരിശ്രമിക്കുന്നത്. എല്ലാ ജില്ലകളും പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി പരിശോധനകൾ വർദ്ധിപ്പിക്കണം. മരുന്നുകളും ടെസ്റ്റ് കിറ്റുകളും സുരക്ഷാ സാമഗ്രികളും ഉറപ്പുവരുത്തണം. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന പകർച്ചപ്പനിക്കെതിരെയുള്ള പ്രതിരോധത്തിന് കൂട്ടായി രംഗത്തിറങ്ങണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡെങ്കിപ്പനിക്കെതിരെയും എലിപ്പനിക്കെതിരെയും അതീവ ജാഗ്രത വേണമെന്നും ഡെങ്കിപ്പനി വ്യാപനം തടയാൻ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടത്തണമെന്നും ശുചീകരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നുവെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ അറിയിച്ചു. പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ വ്യക്തിപരമായ ശ്രദ്ധ ചെലുത്തണമെന്നും വീടിനകത്തും പുറത്തും വെള്ളം കെട്ടിനിൽക്കുക, ചെടിച്ചട്ടികളിലും ഫ്രിഡ്ജിന്റെ ട്രേയിലും മറ്റും വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം എന്നിവ തടയണമെന്നും തോട്ടം മേഖല, നിർമ്മാണ സ്ഥലങ്ങൾ, ആക്രിക്കടകൾ, അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. ഡെന്റൽ കൗൺസിൽ രജിസ്ട്രേഷൻ നേടാത്ത ഡെന്റിസ്റ്റുമാർ ഡെന്റിസ്ട്രി പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലെന്നും രജിസ്ട്രേഷൻ നേടാതെ പ്രാക്ടീസ് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ കേരള ഡെന്റൽ കൗൺസിലിൽ പരാതി നൽകണമെന്നും രജിസ്ട്രാർ അറിയിച്ചു. രജിസ്ട്രേഷൻ നേടാതെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കെതിരെ കൗൺസിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കും. രജിസ്റ്റേർഡ് ഡെന്റിസ്റ്റുമാരുടെ പേര് വിവരം www.dentalcouncil.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും അധികൃതർ അറിയിച്ചു. എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നവംബറിൽ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി പി. രാജീവ്. നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കാൻ മന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് ട്രെയിനിംഗ് ഹാളിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. ക്യാൻസർ സെന്ററിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിനും കൊച്ചിൻ ക്യാൻസർ സെന്ററിനും ആവശ്യമായ വെള്ളം ലഭ്യമാക്കുന്നതിന് പ്രത്യേക പൈപ്പ് ലൈൻ സ്ഥാപിക്കും. ഇതിനായി മെഡിക്കൽ കോളേജിന് സമീപത്തെ കിൻഫ്രയിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. പകർച്ചപ്പനി വ്യാപകമാകുന്ന സാഹചര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കത്തയച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഡെങ്കിപ്പനി, എലിപ്പനി മരണങ്ങൾ കൂടുന്നത് പരിശോധിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് വി.ഡി. സതീശൻ കത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ പ്രതിദിന പനിബാധിതരുടെ എണ്ണം 13,000 ആണ്. ഡെങ്കിപ്പനി, എലിപ്പനി മരണം വർദ്ധിക്കുന്നതും ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കുന്നുണ്ട്. കാലവർഷം സജീവമാകും മുമ്പ് പനിമരണം വർദ്ധിക്കുന്നത് പരിശോധിക്കണമെന്നും മലയോര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഡെങ്കിപ്പനി, എലിപ്പനി മരണം കൂടുന്നത് പരിശോധിച്ച് അടിയന്തര നടപടിയെടുക്കണമെന്നും വി.ഡി. സതീശൻ കത്തിൽ ആവശ്യപ്പെട്ടു. പകൽ
സമയങ്ങളിലുള്ള ഉറക്കം പ്രായമാകുമ്പോൾ തലച്ചോറിനെ ആരോഗ്യത്തോടെ നിലനിർത്തുമെന്ന് പഠന റിപ്പോർട്ട്. 40-നും 69-നും ഇടയിൽ പ്രായമായവരിൽ നിന്നും വിവരങ്ങൾ വിശകലനം ചെയ്ത് സ്ലീപ്പ് ഹെൽത്ത് ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ, യൂണിവേഴ്സിറ്റി ഓഫ് റിപ്പബ്ലിക് ഓഫ് ഉറുഗ്വ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകരുടെ അഭിപ്രായത്തിൽ പവർ നാപ്സ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പഠനത്തിനായി 35,080 ആളുകളുടെ DNA സാമ്പിളുകളും ബ്രെയിൻ സ്കാനുകളും വിശകലനം ചെയ്യാനായി ഗവേഷകർ മെന്റലിയൻ റാൻഡമൈസേഷൻ എന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത്. നാപ്പർമാരും അല്ലാത്തവരും തമ്മിലുള്ള മസ്തിഷ്ക വലുപ്പത്തിന്റെ വ്യത്യാസത്തെക്കുറിച്ചും ഗവേഷകർ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പകലുറക്കം പ്രായമാകുന്തോറും തലച്ചോർ ചുരുങ്ങുന്നതിന്റെ വേഗത കുറയ്ക്കുമെന്ന് ഗവേഷകർ പറയുന്നു. പ്രതിദിനം 30 മിനിറ്റ് നേരം ഉറങ്ങുന്നത് മസ്തിഷ്ക ചുരുങ്ങൽ പ്രക്രിയയെ മന്ദഗതിയിലാക്കാൻ സഹായിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.